യൂട്യൂബിൽ അത്ര ഫോളോവേഴ്സും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. മൈക്കിൽ ആകെ ചാർജ് ഉള്ള ലൈറ്റ് ആകെ കാണുന്നില്ല. ആകെയുള്ളത് ട്രൈപോഡാണ് ഗൈസ്. ഞാൻ സമാധാനം. ഇത് കണ്ടോ, ഞാനിപ്പോ മാച്ചതാണ്. ഇത് രണ്ടും പോയി, പക്ഷെ ഇത് മാത്രം പോയില്ല. കണ്ടോ, അപ്പോണ്ടല്ലേ പണ്ടോരം. ഗൈസ്, ഇത്ര നേരം ഷൂട്ട് ചെയ്തത് മൈക്ക് വെക്കാതെയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കാണുന്നത് മൈക്കിൽ ചാർജും ഇല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഹോൾ വീഡിയോ ആണ്. അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട്. ഷോ യൂസ് കണ്ടോ, ഇത്രയും സാധനങ്ങളും നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളതാണ്. ആക്ച്വലി ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം. പക്ഷെ കുറേ സാധനങ്ങളുണ്ട്. അറൌണ്ട് 10,000+ റുപ്പീസിൻ്റെ സാധനങ്ങളുണ്ട്. നമുക്ക് ആമസോൺ, നൈക്ക, സവാന, മിന്ത്ര, പിന്നെ സിൽവർ ഫൈഡ്, ഇത്രയും സ്ഥലത്ത് നിന്ന് സാധനങ്ങളുണ്ട്. പിന്നെ ഒരു ചെറിയ PR പാക്കേജ് കൂടെ ഉണ്ട്. അപ്പം നമുക്ക് എല്ലാം അൺബോക്സ് ചെയ്യാം. ബൈ. അപ്പോൾ ഗൈസ്, ഐ തോട്ട് ഞാൻ ആദ്യം നിങ്ങൾക്ക് നൈക്ക പരിചയപ്പെടുത്താമെന്ന്. നൈക്കയുടെ പ്രോഡക്റ്റ്സ് ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. നൈക്കയിൽ അത്യാവശ്യം 2 പെട്ടിയാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഈ ഒരു പെട്ടി, ഈ ഒരു വലിയ ബോക്സ്, പിന്നെ ഈ ഒരു ബോക്സ്. ഓക്കെ, ഈ 2 ബോക്സാണ് നയിക്കാൻ നൽകുന്നത്. അത്യാവശ്യം സാധനങ്ങളുണ്ട്. അതിന് ബിഫോർ ദാറ്റ് ഹൈഫിൽ നിന്ന് നമുക്കൊരു കൊളാബറേഷൻ പാക്കേജ് വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് ബ്രാൻഡ്സ്, ലൈക്ക് കുറച്ച് പ്രീമിയം ബ്രാൻഡ്സ് നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഫീൽ സോ ഹാപ്പി അല്ലേ. അങ്ങനെ ഒരു ബ്രാൻഡാണിത്. ഇതിൻ്റെ സൺസ്ക്രീൻ ഞാൻ ഉപയോഗിച്ചില്ല, മാസ്ക് ഞാൻ ഉപയോഗിച്ച് നോക്കി. കാരണം മാസ്കിൻ്റെയും മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ ആണ് ഇടേണ്ടത്. അപ്പം ഞാൻ മാസ്ക് യൂസ് ചെയ്ത് നോക്കി. കാണാൻ പറ്റുന്നുണ്ട്, മാസ്ക് ഞാൻ യൂസ് ചെയ്ത് നോക്കി. മോയ്സ്ചറൈസറും കാണുന്നുണ്ടോ? ഇനി സൺസ്ക്രീൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. മോയ്സ്ചറൈസർ വന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ്ഡ് ആവും. എനിക്ക് അത്യാവശ്യം നൈസായിട്ടാണ് തോന്നുന്നത്. ഒരു ജെൽ കൺസിസ്റ്റൻസി അത്യാവശ്യം എനിക്ക് നൈസായിട്ട് തോന്നിയിട്ടാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടും ഇതിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇടാം. ഐസ്ഡൺ മാസ്കും ഒരു പുകച്ചിലുണ്ട് ഫസ്റ്റ് ഇടുമ്പോൾ, ബട്ട് ലേറ്റർ അതൊരു ചെറിയ കൂളിംഗ് സെൻസേഷനും ഉണ്ട്, എന്നാലും പുകച്ചിലും ഉണ്ട്. സൺസ്ക്രീൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, നോക്കിയിട്ട് പറയാം. അതാണ് ഹൈഫൺ എന്ന് വന്നിട്ടുള്ളത്. വീഡിയോ എടുത്ത് കഴിയുന്നത് നമുക്ക് ഇപ്പുറത്തോട്ട് വെക്കാം. ഓക്കെ, ഹൈഫൺ കഴിഞ്ഞു. അടുത്ത് നമുക്ക് നൈക്കയുടെ പാക്കേജ് പൊട്ടിക്കാം. പൊട്ടിച്ചിട്ടുണ്ട് ഓൾറെഡി, ജസ്റ്റ് കാണിച്ചു തരാം. ഓ ദിസ് വൺ ഗൈസ്, നൈക്കന്ന് ഞാൻ 3 ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ട്. ആഗ്രഹിച്ച് മേടിച്ച 3 ലിപ്സ്റ്റിക്കാണ്. ഞാൻ കുറച്ച് ക്ലോസ് വരാം, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ഓക്കെ, എന്നെ കാണുന്നുണ്ടോ? ഞാൻ ഓക്കെ, ലിപ്സ്റ്റിക്സ് കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ലിപ് വിപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ കുറേ നോക്കി നടന്നൊരു ഷെയ്ഡായിരുന്നു, പക്ഷെ ഉദ്ദേശിച്ച ഷെയ്ഡല്ല വന്നത്. ഇതാണ് ലിപ് വിപ്പ്. നിങ്ങൾ ഓൾറെഡി ഈ പലരുടെ കയ്യിൽ ഉണ്ടാവും ഈ ഷെയ്ഡല്ല ഈ ലിപ്സ്റ്റിക് ഒക്കെ. എന്നെ കാണുന്നുണ്ടോ? അതിലോട്ട് പ്രിറ്റി ഷെയ്ഡ്, ബട്ട് എവിടെയൊക്കെ ഒരു മിസ്സിങ് ഉണ്ട് എൻ്റെ ഫേസിൽ. ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും ഷെയ്ഡ്, പക്ഷെ കുറച്ചൊരു ലൈനർ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെച്ച് ഇതാണ് ഷെയ്ഡ്. കണ്ടോ? നല്ല ഷെയ്ഡാണോന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ഷെയ്ഡാണ്, പ്രശ്നമൊന്നുമില്ല. എന്നാൽ അടിപൊളിയാണോന്ന് ചോദിച്ചാൽ ആവറേജ്, അത്രേ ഉള്ളൂ. പക്ഷേ ഇതും കൂടെ കഴിഞ്ഞിട്ട് നല്ലത് കാണിക്കാം കേട്ടോ. ഇത് കെ ബ്യൂട്ടിയുടെ ആണ്, ഷെയ്ഡാണ്. ഇങ്ങനെ ഓക്കെ, ബ്യൂട്ടി നല്ല ഹൈടെക് ബ്രാൻഡാണ്, പ്രീമിയം ബ്രാൻഡാണ്, കത്രീന കൈഫിൻ്റെ ബ്രാൻഡാണ്. വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ്. ഇതാണ് ഷെയ്ഡ്. ഓക്കെ, നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയണം. എൻ്റെ ലൈറ്റ് കാണാനില്ലാത്തതുകൊണ്ട് എത്രമാത്രം കാണാൻ പറ്റുന്നറിയാം നിങ്ങൾക്ക്. ഇതാണ് ഷെയ്ഡ്, ഭയങ്കര ലൈറ്റ് ഷെയ്ഡാട്ടോ. ഞാനിവിടെ എവിടെയെങ്കിലും ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. ഷെയ്ഡിൻ്റെ നമ്പർ എന്തെങ്കിലും കൊടുക്കാം. ഇതിൻ്റെ വന്നിട്ട് പനാഷ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഷെയ്ഡ് വാസ് ആക്ച്വലി നൈസ്, പക്ഷെ എൻ്റെ ഫേസിൽ കുറച്ച് വാഷ് ഔട്ട് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ നല്ലൊരു ഡാർക്ക് ബ്രൗൺ വെച്ച് ലൈൻ ചെയ്തിട്ടാണ് ഇത് വരയ്ക്കുക, അല്ല ഇതിടുക. അപ്പോഴത്തേക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ദിസ് വൺ ഈസ് മൈ ഫേവറേറ്റ് ഇൻ ദീസ് 3 ഷെയ്ഡ്സ്. അല്ലെങ്കിലും ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ദിസ് ഈസ് ഖൂബ്സൂരത് കുച്ചിപ്പുടി.
നിങ്ങൾക്ക് അറിയായിരിക്കും ഭയങ്കര വൈറലായിട്ടുള്ള ഷെയ്ഡാണിത്. ആൻഡ് ദ ഷെയ്ഡ് ഇസ് സോ പ്രിറ്റി. ഓ മൈ ഗാഡ്, നിങ്ങൾ നോക്കുക ഗൈസ്, ഈ ഷെയ്ഡ് അങ്ങോട്ട് നോക്ക്. ബ്രൈറ്റാണ്, നിങ്ങളുടെ ഫേസിന് ഒന്നും കൂടെ ബ്രൈറ്റ് ആക്കിപ്പിക്കും. ഇങ്ങനെയൊന്നുമല്ല, ഇതിലും നല്ല ബ്രൈറ്റായിട്ട്. ഇത് കുറച്ച് ഡാർക്കർ അല്ലേ, ഇത് ആക്ച്വലി പിങ്ക് ഷെയ്ഡായിരുന്നു, അതിലിപ്പോൾ വേറെ കളർ കൊണ്ടിട്ടപ്പോൾ ഇങ്ങനെ ആയതാണ്. ആക്ച്വലി ഇതാണ് 3 ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്സ് ഞാൻ വാങ്ങിച്ചത്. അത് എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻസ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ, ഏതൊക്കെ ഷെയ്ഡാണ്, എന്തൊക്കെയാണ്, ഏതിൻ്റെ ആണെന്നൊക്കെ. ദിസ് ഈസ് നൈക്കയിൽ ഞാൻ വാങ്ങിച്ച വാണ്ടർലസ്റ്റ് ഡ്രീമിംഗ് ഓഫ് പാരീസ് വിത്ത് നോട്ട്സ് ഓഫ് ഷാംപെയിൻ ആൻഡ് ബെറീസ് റെജുനേറ്റിംഗ് ഷവർ ജെൽ. ഷവർ ജെൽ ആണ് അത്രേ ഉള്ളൂ. ഇതിന്റെ സ്മെല്ല് വന്നിട്ട് ഫ്രൂട്ടി, പണ്ടൊരു മുട്ടായി ഉണ്ടായിരുന്നു, ആ മുട്ടായിയുടെ മണം. എനിക്ക് ആ മുട്ടായി പറയാനറിയില്ല. ഫ്രൂട്ടി ഫ്ലേവർ, ആ ഒരു സ്മെല്ലാണ് എനിക്ക് കിട്ടുന്നത്. ബ്ലെൻഡ് ഈ ഒരു ഫിറ്റ് മീ കൺസീലറാണ് വിത്ത് ചമ്മോ, അത് വേണ്ട നമുക്ക്. അപ്പം ഷെയ്ഡ് 20 ആണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ മുന്നേ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഷെയ്ഡ് ഏതാണെന്ന് എനിക്കറിയാം. ഇത് ഫെയർ ആണ്, 15 ഫെയർ ആണ്. ഇതിൻ്റെ പാക്കിൽ എഴുതിയിട്ടില്ല. ദിസ് ഇസ് ഷെയ്ഡ് 20, ദിസ് ഇസ് ഷെയ്ഡ് 15 ഫെയർ. ഐ തിങ്ക് ഇത് രണ്ടും കുറച്ച് ഏകദേശം ഒരേപോലെയാണ്, എന്നാൽ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഡിഫറൻസ്? മനസ്സിലാവുന്നുണ്ട് ഈ രണ്ടും തമ്മിൽ? ഇത് മുകളിലത്തെ എൻ്റെ പുതിയ ഷെയ്ഡും താഴത്തെ എൻ്റെ പഴയ ഷെയ്ഡുമാണ്. ഇത് കുറച്ചുകൂടി പിങ്കിഷ് വൈറ്റാണ്, ഇത് കുറച്ചുകൂടി വാമാണ്. ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എൻ്റെ കുറച്ചുകൂടി വാമാണെന്ന്. ഇതും ഇട്ടാലും പ്രശ്നമൊന്നുമില്ല, വാം ചൂസ് ചെയ്ത് ഞാൻ അതുകൊണ്ടാണ്. ആൻഡ് ദിസ് ഇസ് എൻ ഓക്കെ ഷെയ്ഡ്. എൻ്റെ ഷെയ്ഡിന് പെർഫെക്റ്റ് മാച്ച് അല്ല, കാരണം എനിക്ക് ഇവിടെയൊക്കെ ടാനിങ് ഉണ്ട്, ലൈക്ക് അങ്ങനെ കുറച്ച് കളർ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് എനിക്കിത് പെർഫെക്റ്റ് അല്ല, പക്ഷെ ഇറ്റ്സ് ഓക്കെ, നൈസ്. ഷെയ്ഡ് 20. ഇനി നമ്മുടെ മെയിൻ സാധനം, എൻ്റെ ഫേവറേറ്റ് സാധനം, ദാറ്റ് ഈസ് ഷീറ്റ് മാസ്ക്. എനിക്ക് ഷീറ്റ് മാസ്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഒരു കോംബോ ആയിട്ടൊരു 5-6 എണ്ണം കോംബോ ആയിട്ടുണ്ട്. സെപ്പറേറ്റ് ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൽ ഏതൊക്കെയുണ്ട്? സ്ട്രോബെറി ആൻഡ് ആർഗൻ ഓയിൽ ഉണ്ട്, ബ്ലാക്ക് മെഡ് ആൻഡ് അലോവേര ഉണ്ട്, ഗോൾഡ് ഷീറ്റ് മാസ്ക് ഉണ്ട്. ഇതിന്റെ കളർ ഗോൾഡ് ആണോ അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണം, നൈക്ക എന്നുള്ളത്. പിന്നെ ലെമൺ ഹണി ഫോർ ഗ്ലോയിങ് ക്ലിയർ സ്കിൻ. ഇനി ഞാൻ വെളുത്തിട്ട് പാടും ഗൈസ്, ഇതോട്ടെ. ഗ്രീൻ ടീ ആൻഡ് അലോവേര ഉണ്ട്, ഹൈഡ്രോണിക് ആസിഡ് ആൻഡ് പേൾ ഉണ്ട്. സോ എനിക്കൊന്ന് ഗ്രീൻ ടീയുടെ ഏതോ ആണ് ഞാൻ അലോവേര, ബ്ലാക്ക് മെഡ് ആണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഏതോ ആണ്. ഞാൻ ഇവിടെ കോംബോ കൊടുക്കാൻ കേട്ടോ, ഈ സൈഡിൽ ഞാൻ എല്ലാം പറഞ്ഞേക്കാം, ഏതൊക്കെയാണ് കോംബോ ആയിട്ട് വാങ്ങിച്ചത്, എത്ര രൂപയായെന്നൊക്കെ ഉള്ളത് പറഞ്ഞേക്കാം. ടോണി മോളിയുടെ ഈ ഒരു ഷീറ്റ് മാസ്ക്, നമ്മുടെ വലിയ പാക്കേജ് ഫ്രം നൈക്ക, പഠിപ്പിച്ച് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു പിൽഗ്രിമിന്റെ ഷാംപൂ, നോൺ ഡ്രൈയിങ് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഫ്രം പിൽഗ്രിം. ഓസ്ട്രേലിയൻ ടീ ട്രീ അടങ്ങിയിട്ടുള്ള സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആയിട്ടുള്ള 100% ഡാൻഡ്രഫ് പോകുന്ന പിൽഗ്രിമിന്റെ സാധനം. ഞാനത് ഓൾറെഡി ഉപയോഗിച്ചു കേട്ടോ, ഞാനത് ഓൾറെഡി ഉപയോഗിച്ചു. ഞാൻ ഇതിനെ കാണാനായിട്ട്, അതുകൊണ്ടാണ് ഈ മുകളിൽ തന്നെ ഇരുന്നതുകൊണ്ടാണ്, ലൈക്ക് ഞാൻ ഉപയോഗിച്ചിട്ട് കൊണ്ടുവച്ചതാണ്. ഇതിലേക്ക് കവറൊക്കെ ഉണ്ട് മുകളിൽ, അതൊക്കെ ഞാൻ എടുത്ത് കാണിച്ചിട്ട് ഇതിൻ്റെ ഓണസ്റ്റ് റിവ്യൂ ഞാൻ പറയാം. എനിക്ക് ഫീൽ ചെയ്തത്, ഞാനൊരു 2 ദിവസം അടുപ്പിച്ച് തേച്ചപ്പം അത്യാവശ്യം നല്ല റിഡക്ഷൻ ഉണ്ട്. 100% റിഡക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കഴുത്തൊക്കെ പോയിരിക്കും, കഴുത്ത്, കാല്, കൈ ഒക്കെ കൈ ഇവിടെ കണ്ടോ മുറിഞ്ഞിരിക്കുന്ന ഒരു വെട്ട് ഡാൻസിന് പോയതാണ്. വയ്യാത്ത വേലയ്ക്ക് പണിക്കൊക്കെ പോയിട്ട് ഒപ്പിച്ചു വെച്ചിട്ട് വരും. ഇതിന്റെ മണം പറയാവേ, ഞാൻ പ്രത്യേകിച്ച് എനിക്ക് പറയാറിഞ്ഞൂടാ, സാധാരണ ഒരു മണം. ഓക്കെ, ഇത് എന്തോന്നായിരുന്നു? ഇത് ഷാമ്പു. ഞാൻ കണ്ടീഷണർ ഞാൻ വാങ്ങിച്ചില്ല. കണ്ടീഷണർ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കണ്ടീഷണറാണ്. ഏതൊരു കണ്ടീഷണറാണ് ഇതിൽ ഓരോ പാരസിൻ്റെയോ അല്ല ഓരോ പ്രൊഫഷണലിൻ്റെ എന്തോ ആണ് സാധനം. ഈ ഷാമ്പു നൈസാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം, ഡെഫിനറ്റ്ലി നല്ല ചേഞ്ചസ് ഉണ്ടാവും. ഞാനിത് വാങ്ങിച്ചിട്ട് പർപ്പിൾ കോളിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ പുള്ളിക്കാരി പറയുന്നത് കേട്ടിട്ടാണ് കേട്ടോ. എനിവേ ഇറ്റ്സ് നൈസ്, നല്ലതായിരുന്നു. അടുത്ത സാധനം എന്ന് പറയുന്നത് ദിസ് ഇസ് ബോഡി കെയർ. ആക്ച്വലി ഈ ഒരു അണ്ടർ ആം റോൾ ഓൺ ഫ്രം വിഷ് കെയർ, ഇത് ഞാൻ ഉപയോഗിച്ചു. ഐ ഫെൽ ദിസ് ഇസ് നൈസ്. ഓർഡർ ഇല്ല, ലൈക്ക് ഇതിന് ഓർഡർ ഇല്ലെന്നല്ല, ഇതിനൊരു ഓർഡർ ഉണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരുന്നില്ല. നല്ലൊരു മണം. കളറില്ല,
ഓർഡർ ഉണ്ട്, നല്ല സ്മെല്ലുണ്ട്, പക്ഷേ ഇറ്റ്സ് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അവിടെ ഫുൾ അറുമാതിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് എൻ്റെ ആ ഒരു സ്മെല്ലില്ലേ, നമ്മൾ വിയർപ്പിൻ്റെ ഒരു സ്മെല്ലില്ലേ, അതുണ്ടായിരുന്നില്ല. യൂഷ്വലി എനിക്ക് ആ ഒരു സ്മെല്ലുണ്ട്, എനിക്ക് തന്നെ അറിയാൻ പറ്റിയൊരു സ്മെല്ല്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് വിയർഡ്, പക്ഷേ നോർമൽ ഒരു സ്മെല്ലുണ്ട്. പക്ഷെ അതുപോലും ഇല്ല, ഭയങ്കര ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ആ വാട്ടർ നല്ലതാണ്, അപ്രൂവ്ഡ്, മേക്ക് അപ്രൂവ്ഡ്. ഓക്കെ, അടുത്ത കാർമസിയുടെ ഈ ഒരു ഫേഷ്യൽ റൈസർ, ഇതും ഞാൻ ഒരെണ്ണം ഉപയോഗിച്ചു. ഈ നടുക്കിരിക്കുന്ന സാധനം ഞാൻ ഉപയോഗിച്ചതാണ്. അതിൻ്റെ പൊസിഷനിങ് ഇല്ലേ, അതിങ്ങനെ ഷേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഈ ഐബ്രോസ് ആണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഷേവ് ചെയ്യാനാണെങ്കിലും ഞാൻ ഫുള്ളിങ്ങനെ എനിക്ക് ഭയങ്കര നൈസായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എനിക്കിത് യൂസ് ചെയ്യാനായിട്ട്. ഞാനിത് റെക്കമെൻഡ് ചെയ്യും. ദിസ് ഇസ് ഹൈലി റെക്കമെൻഡ്. ഈ കാർമസിയുടെ ഫേഷ്യൽ റൈസർ ലിങ്ക് എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ലിങ്കൊക്കെ ഞാൻ എല്ലാത്തിനും പ്രോഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണ്ടത് വാങ്ങിച്ചോ. ലൈക്ക് അതേ പറ്റുള്ളൂ. എനിക്കല്ലാതെ യൂട്യൂബിൽ അത്ര ഫോളോവേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ടാഗ് ചെയ്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ടാഗ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷ് ലിങ്കിൻ്റെ വല്ലതും കൊടുത്തേക്കാം. അതാകുമ്പോൾ ഒറ്റ ലിങ്ക് കൊടുത്താൽ മതിയല്ലോ. ഒരു ജാസ്മിൻ്റെ ഒക്കെ നല്ല മണമുണ്ട് കേട്ടോ. ലൈക്ക് ഞാൻ വിചാരിച്ചപ്പോൾ നല്ല മണമായിരുന്നു. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചുള്ളൂ. ഹീറ്റ് പ്രൊട്ടക്ഷൻ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ കത്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ദിസ് ഇസ് നൈസ്, ആക്ച്വലി ഇറ്റ് ഇസ് നൈസ്. ഞാനത് ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ എന്തെങ്കിലും ചെയ്യാം, ലൈക്ക് ഒന്ന് നമുക്കൊരു കത്തിച്ച് നോക്കാം കത്തുമോ എന്നുള്ളത്. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. ബി ബ്ലെൻഡിൻ്റെ ഈ ഒരു സാധനം, ദിസ് ഇസ് ഓക്കെ പ്രോഡക്റ്റ്. അടുത്തത് ഇസ് എ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണർ. അപ്പം നിങ്ങൾ മുഖത്തടിച്ചിട്ട് എന്തെങ്കിലും തീ വീണാലും പൊള്ളത്തില്ല എന്നാണ് പറയുന്നത്. പോർസ് ടൈറ്റൻ ചെയ്യാനും ഫൈറ്റ് പിമ്പിൾസ്. ഫോർ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ. ഓയിൽ സ്കിൻകാരെ ഇത് വാങ്ങാവൂ, പോയി ഡ്രൈ സ്കിൻകാരെ വാങ്ങിച്ചിട്ട് വീണ്ടും ഡ്രൈ ആവുന്നു പറയരുത്. ദിസ് ഇസ് ഓൺലി ഫോർ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ. എനിക്ക് അങ്ങനത്തെയാണ് സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. യു ക്യാൻ സീ കുറേ പിമ്പിൾസും ആക്നെ മാർക്സും ഒക്കെ എൻ്റെ ഫേസിലുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇത് വർഷങ്ങളായിട്ട് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. പോൺസിൻ്റെ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ഹൈഡ്രാ മിറാക്കിൾ. ഇതിലെന്താ അടങ്ങിയിട്ടുള്ളത്? ഹൈലൂറോണിക് ആസിഡ് ആണെന്ന് തോന്നുന്നു. ഇപ്പം ഇതിൽ എഴുതിയിട്ടില്ല, പക്ഷേ മുന്നേ ഹൈലൂറോണിക് ആസിഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഗ്ലൈക്കോളും നയാസിനുമേടൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. മുന്നേ ഇവിടെ ഹൈലൂറോണിക് ആസിഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും, പക്ഷേ ഇറ്റ് ഹാസ് എ ഗുഡ് സ്മെൽ. ഇത് ഞാൻ ചെറിയ പെട്ടിയിലാക്കിയിട്ടാണ്, ഞാൻ കാണിക്കാനായിട്ടില്ല ബാഗിലൊക്കെ, ചെറിയ പെട്ടിയിലാക്കിയിട്ട് അത് ഷോ ഇങ്ങനത്തെ ഡപ്പയിലാക്കിയിട്ടാണ് കൊണ്ടുപോവുക. കാരണം ഇത്രയും വലുതല്ലേ, ഇങ്ങനെ ആക്കിയിട്ടാണ് കൊണ്ടുപോകാം. ഞാനിത് കഴിഞ്ഞ ദിവസം ഡാൻസിന് പോയപ്പം ആൾക്കാർ ഉപയോഗിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനിങ്ങനെ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു മറ്റേ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണോ? ഞാൻ പറഞ്ഞ അല്ലല്ല, ഇത് പോൺസിൻ്റെ ആണ്. എനിക്കത് കുറച്ച് അണ്ടർ റേറ്റഡ് ആണ്, പക്ഷെ ചില സ്ഥലത്ത് ഇത് ഭയങ്കര ഓവർ റേറ്റഡ് ആണ്. അതായത് ആൾക്കാർ പറയുന്നത് അവർക്ക് ഭയങ്കര ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാക്കുന്നു, ശരിയാവുന്നില്ല, സ്കിന്ന് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആവുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ചില കമൻറ്റ് ബോക്സിൽ. പക്ഷേ എനിക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നുള്ളത്. സച്ച് എ ജം പ്രോഡക്റ്റ്. കാരണം എനിക്ക് നല്ലപോലെ ഈ ആക്നെ പ്രോൺ സ്കിന്നുള്ള ആളാണ് ഞാൻ. അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു അടിപൊളി സാധനം കിട്ടുമ്പോൾ പക്ഷെ സേറായിട്ട് നല്ലതാണ്. ഞാനിതും ലാക്മേയുടെ ഒരു സൺസ്ക്രീനും മാത്രമാണ് ഞാൻ 2023 സമയത്ത് 22-23 ഇട്ടുകൊണ്ട് മാത്രമേ ഇട്ടുള്ളൂ. ആ സമയത്ത് എനിക്ക് നല്ല ആക്നെ കുറവുണ്ടായിരുന്നു. സോ ഐ ഹൈലി റെക്കമെൻഡ് ദാറ്റ്. ഒരു ചെറുത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. 50 rupees or 75 അങ്ങനെ എന്തോ ആണ്. ഒരു 100 or 50 ml വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടിപൊളിയായി തോന്നുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യും. ദിസ് ഇസ് എ ജെൽ മോയ്സ്ചറൈസർ. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് എ ജെൽ മോയ്സ്ചറൈസർ. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല. സി കണ്ടോ, ഒട്ടും നല്ല സ്റ്റിക്കി അല്ല, ഭയങ്കര ജെൽ കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കഴിഞ്ഞു, അബ്സോർബായി. ലൈക്ക് ഷൈനും ഉണ്ടാവും, ആ ഒരു നല്ല മണം ഉണ്ടാവും. എനിക്ക് ആ മണം ഇഷ്ടമാണ് കേട്ടോ. നല്ല മണവും ഷൈനും ഭയങ്കര ഈസി ലൈറ്റ് വെയ്റ്റ് സാധനമാണ്. ഹൈലി റെക്കമെൻഡ് ഫോർ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ഗൈസ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. പോൺസ് സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. നെക്സ്റ്റ് ഈ സാധനം ഞാൻ
ആഡ് ടു കാർട്ട് ചെയ്തിട്ടിട്ട് ഞാൻ എൻ്റെ 25th ബർത്ത്ഡേ ആണ് ഇപ്പോൾ ഈ മാസം വരാൻ പോകുന്നത്. ആ 25th ബർത്ത്ഡേക്ക് 25 ഗിഫ്റ്റ് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിലൊരു ഗിഫ്റ്റാണ് ആക്ച്വലി ഇത്. ബിക്കോസ് ഇത് കുറച്ച് പൈസ ആയതുകൊണ്ട് ഇത്രയും പൈസ കൊടുത്ത് ഫേസ് മാസ്ക് വാങ്ങേണ്ട ഫേസ് മാസ്ക് വാങ്ങേണ്ട ആവശ്യമുണ്ടോയെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചൊരു സാധനമാണിത്. ദിസ് ഈസ് ഫ്രം ബൈ ആക്സസ്. മഗ്വുഡ് ഫ്ലോർ ക്ലാരിഫൈങ് വാഷ് ഓഫ് പാക്ക് ആണിത്. ഇതിൻ്റെ സ്മെല്ല് ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. പക്ഷെ ആ സ്മെല്ല് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് സ്മെല്ലില്ല, പക്ഷെ എനിക്ക് ആ സ്മെല്ലുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ചോദിച്ചാൽ ഒരു റബ്ബറിൻ്റെ നാറ്റമില്ലേ, നമ്മളെ മറ്റേ മരത്തിൽ നിന്ന് എടുക്കുന്ന റബ്ബർ പാലില്ലേ, അതിൻ്റെ ഒരു സ്മെല്ലാണ്. അയ്യോ, പക്ഷേ അവിടെ ആർക്കും ആ സ്മെല്ല് കിട്ടുന്നില്ല. അവർക്കൊക്കെ വളരെ നല്ല സ്മെല്ല്, ആയുർവേദം ഇതിൻ്റെ പോലത്തെ സ്മെല്ലാണ്. എനിക്ക് ആ സ്മെല്ല് കിട്ടുന്നുണ്ട്. എത്ര പേർക്ക് ആ സ്മെല്ല് കിട്ടുമെന്ന് അറിയില്ല. ഇതാണ് മഗ്വുഡ് ക്ലേ, കണ്ടോ? ഇതാണ് സാധനം. ഇതിന് കുറച്ച് പൈസയുണ്ട്. ഇതൊരു 1000 സംതിങ് ഉണ്ട്, 2000 അടുപ്പിച്ചുണ്ട് കേട്ടോ. 1700 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് 1 ടൈമൊക്കെ വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്യണം. കുറച്ച് എക്സ്പെൻസീവായിട്ട് സ്വന്തമായിട്ട് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് തന്നെ കൊടുക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇത് വാങ്ങിച്ചു. ഇത് നൈസാണ്, നൈസ് പ്രോഡക്റ്റാണ്. ഭയങ്കര വേർത്താന്ന് ഞാൻ പറയത്തില്ല, ഗുഡ് പ്രോഡക്റ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നൈക്കയുടെ ഹോള് കഴിഞ്ഞു, നൈക്ക പ്രോഡക്ട്സ് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ. പാർട്ട് 2-ൽ ആമസോണിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ളത് കാണിക്കാം. കുറേ പ്രോഡക്റ്റ് ഉണ്ട് ആമസോണിൽ നിന്ന്, സവാനിൽ നിന്നും മിന്ത്രയിൽ നിന്നൊക്കെ വാങ്ങിച്ചത്. അതെല്ലാം കൂടെ ഞാനൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. എനിക്ക് ചേഞ്ചൊന്നും ചെയ്യാൻ വയ്യ. ഈ വീഡിയോ തന്നെ ഞാൻ അടുത്ത വീഡിയോ തന്നെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സൂൺ അതും ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ, പാർട്ട് 2 ആയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.